ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ട്രേഡിംഗ് ഐ ഹോപ്പ് യു മസ്റ്റ് ഹാവ് മെയ്ഡ് സം മണി. ഇന്നിപ്പോൾ എനിക്ക് നാളെ ഇപ്പം മാർക്കറ്റ് വളരെ ഹൈയിൽ ഓപ്പൺ ചെയ്യാനാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഈ ജാക്സൺ ഹോൾ കോൺഫറൻസ് അമേരിക്കയിൽ നടന്നിട്ട് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബറിൽ റേറ്റ് കട്ട് ഉണ്ടാവുന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ നോക്കുന്ന സമയത്ത് എല്ലാ വേൾഡ് മാർക്കറ്റും വളരെ ഹൈയിലാണ് ചെയ്തത്. അപ്പോൾ അത് എലക്ഷൻ ഇപ്പോൾ നവംബർ 5-ാം തീയതിയാണ് ഇപ്പോൾ US എലക്ഷൻ കാണുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ റേറ്റ് കട്ട് ഉണ്ടാവുമെന്നാണ് ഇന്നലെ ന്യൂസ് കണ്ടത്. അപ്പോൾ ഇത് നോക്കുക വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഈ അമേരിക്കയിൽ ഫെഡ് റേറ്റ് കട്ട് ചെയ്യുന്നത്. ഇതിനു മുന്നിൽ റൊണാൾഡ് റീഗനുള്ള സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, ജോ ബൈഡനുള്ള സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സമയത്ത് ഇവർ ഇലക്ഷന് മുന്നേ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന ഇവർ വലിയൊരു കൺസേൺ എന്ന് വെച്ചാൽ ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറക്കേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. കാരണം അമേരിക്കയിൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓൾമോസ്റ്റ് 3.4% to 4.3% എന്നാണ് പറയുന്നത്. അത് COVID-19 പാൻഡമിക് സമയത്ത് ഏകദേശം 20 മില്യൺ ആൾക്കാർ ജോലിയില്ലാണ്ടിരുന്ന സമയത്ത് ഏകദേശം അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 14.8% വന്നു. അപ്പോൾ ഇതേപോലെ ഞാൻ വിചാരിക്കുന്നത് അമേരിക്കയിൽ എല്ലാ സമയത്തും ഇവർ ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ നമ്പേഴ്സ് പറയുന്നത്, നമ്മളെ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനത്തെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എത്ര ആൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു നമ്പേഴ്സൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ നമ്പറിൻ്റെ ക്രെഡിബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഇവർ ഗവൺമെൻറ് പറയുന്നത് 4 to 5% ഇൻഫ്ലേഷനേ മാർക്കറ്റിലുള്ളൂ, ഫുഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയില്ല എത്ര % ഇൻഫ്ലേഷൻ, 4% ആണോ 5% ആണോ നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലേഷനെ കുറിച്ചിട്ടുള്ള ഡാറ്റ RBI പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ 4 to 5% ഇൻഫ്ലേഷൻ ആണോ മാർക്കറ്റിലുള്ളത്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫെഡിൻ്റെ ഡോവിഷ് കമാൻഡ് ഉള്ള വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഏഷ്യൻ കറൻസിക്കാണ്. കാരണം US കറൻസീൻ്റെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ ഏഷ്യൻ കറൻസിക്ക് വലിയൊരു ബൂസ്റ്റ് കിട്ടി. അപ്പോൾ ഇന്നലെ ബാങ്ക് ഓഫ് ജപ്പാൻ അവർ റേറ്റ് ഹൈക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡോവിഷ് കമാൻഡ് കൊണ്ട് ഈ ഏറ്റവും ബെനിഫിറ്റ് ആയത് ബാങ്ക് ഓഫ് ജപ്പാനും ഈ യെന്നിനാണ്. അതുപോലെ ഇന്ത്യൻ കറൻസിക്കും കുറച്ച് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ അമേരിക്കൻ്റെ റേറ്റ് കട്ട് വരുന്നുള്ള ഒരു പ്രതീക്ഷയും. സോ ഇന്നലെ ഇപ്പോൾ എല്ലാ ഏഷ്യൻ കറൻസിയും എഗെയിൻസ്റ്റ് ഡോളറായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധ്യത. ഇന്നലെ yen റോസ് എഗെയിൻസ്റ്റ് ദ ഡോളർ എന്നാണ് കണ്ടത്. സോ ആൾക്കാർ yen വാങ്ങിക്കുന്നുണ്ട്. സോ ദാറ്റ് ദേ നോ ദാറ്റ് ദി വാല്യൂ വിൽ ഗോ അപ്പ്. അതാണ് കാണുന്നത്. പക്ഷേ ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. വെറും ഇൻഫ്ലേഷൻ ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ സെപ്റ്റംബറിലാണ് റേറ്റ് കട്ട്. സെപ്റ്റംബറിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ റേറ്റ് കട്ട്സ് ആണ് ചിലപ്പം പ്രതീക്ഷിക്കുന്നത്. അതൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ വെച്ചത്. രണ്ടാമത് കാര്യം വെച്ചാൽ നമ്മളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഈ സെലൻസ്കി ആയിട്ടുള്ള മീറ്റിംഗ് ഫ്രൈഡേയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു മീഡിയേറ്ററായിട്ട് ഈ വാറിനൊരു എൻഡ് ഉണ്ടാണ്ടാണോ അതിന് നെഗോഷിയേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അത് വലിയൊരു ഇമ്പാക്റ്റ് യുക്രൈനിലും ജനങ്ങളുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ്റെ ഒരു പ്രൈം മിനിസ്റ്റർ യുക്രൈനിൽ പോകുന്നത് വളരെ കാലത്തിന് ശേഷമാണ്. എനിക്കൊന്ന് ഐ തിങ്ക് ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് യുക്രൈൻ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇയാൾ കഴിഞ്ഞ ജൂലൈയിലാണ് തോന്നുന്നത് ഈ റഷ്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് മീറ്റ് ചെയ്തത് പുടിനായിട്ട് മോസ്കോയിൽ. അപ്പോൾ ഈ നവംബറിലാണ് ഇവരെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുന്നത്. അഥവാ ഇനി ട്രംപ് ഇതിൻ്റെ അകത്ത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാറിനൊരു എൻഡ് ഉണ്ടാവും. അത് വേൾഡിനെ എക്കണോമിനെ ടേൺ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇന്ത്യക്ക് എന്ന് വെച്ചാൽ വളരെ ക്ലോസ് എക്കണോമിക് ഡിഫൻസ് റിലേഷൻഷിപ്പ് വിത്ത് മോസ്കോ ആയിട്ടുണ്ട്. വളരെ കാലങ്ങളായിട്ട് ഇന്ത്യ റഷ്യേൻ്റെ അടുക്കൽ നിന്നാണ് ഈ ഓയിലും ഈ വെപ്പൺസൊക്കെ കൂടുതൽ വാങ്ങുന്നത്. അതുപോലെ റഷ്യൻ എക്കണോമിനെ ഇന്ത്യ, കാരണം റഷ്യൻ്റെ മേജർ എക്കണോമി ഇതാണ് ഈ വെപ്പൺസും ഓയിലും ഇവരെ വലിയൊരു എക്സ്പോർട്ടാണ്. അത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്. സോ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ വാർ നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ സെലൻസ്കി പറയുന്നത് വെച്ചാൽ
വാർ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കീവിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലായിരിക്കണം, നോട്ട് റഷ്യാസ് കണ്ടീഷൻ. സോ അങ്ങനെയുള്ള ഒരു കടുംപിടുത്തത്തിൽ ഈ വാറ് റഷ്യക്കാർ അങ്ങനെ പുടിൻ അങ്ങനെ അത് വിട്ടുകൊടുക്കുമെന്നുള്ള എനിക്ക് അറിയില്ല. പക്ഷേ ഈസ് ഓൾവേസ് സെയിങ് ദറ്റ് ദ വാർ ഷുഡ് എൻഡ് ആസ് ഓൺ കീപ്സ് ടേംസ് ആൻഡ് കണ്ടീഷൻ. സോ അതിൻ്റെ അതൊരു പ്രശ്നം അതിലുള്ളത്. സോ എനിവേ നമുക്ക് പിന്നെ ഇന്നലെ ഞാൻ മാർക്കറ്റ് കണ്ടത് എല്ലാ വേൾഡ് മാർക്കറ്റും വളരെ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് നാളെയും മാർക്കറ്റ് വളരെ ഹൈയിലാണ് ഓപ്പൺ ചെയ്തത്. പിന്നെ ചില നല്ല സ്റ്റോക്സുകളെ കുറിച്ച് എനിക്കൊന്ന് പറയാനുള്ളത് 2-3 നല്ല സ്റ്റോക്സുകൾ. ഒന്ന് യുജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അത് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ്. അത് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ വെക്കാം. ഈ യുജീവൻ ഫൈനാൻസ് ബാങ്ക് തുടങ്ങിയത് ഒരു സമിത് ഘോഷ് എന്ന് പറഞ്ഞ ഒരാളാണ്, വളരെ മുന്നിൽ തുടങ്ങിയ ഒരാളാണ്. ഈ സമിത് ഘോഷ് എന്ന് പറഞ്ഞാൽ വാട്ടൺ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. ഇയാളാണ് തുടങ്ങിയത്. ഇയാൾ ആദ്യം വർക്ക് ചെയ്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, HDFC ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ. സോ വളരെ എക്സ്പീരിയൻസ് ആയ ബാങ്കിങ്ങിൽ വളരെ എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തിയാണ് സമിത് ഘോഷ്. അയാൾ തുടങ്ങിയൊരു ബാങ്കാണ് ഈ ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതൊരു ഡിവിഡൻഡ് പേയിങ് ബാങ്കാണ്. സോ നിങ്ങൾക്കിത് കൺസിഡർ ചെയ്ത് ഇപ്പോൾ 40 രൂപ ആണ് അതിൻ്റെ 52 വീക്ക് ലോ ഉള്ള ഒരു ബാങ്കാണ്. സോ ഇതൊക്കെ ഒരു ലോങ് ടേം ബെറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും കോമൺ മാന് ബെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സുകളാണ്. അതാണ് ഞാൻ ഞായറാഴ്ച ഈ കോമൺ മാൻ സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞത്. സോ ജീവൻ സ്മോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് വാച്ച് ചെയ്യുക. ആൻഡ് യു കൺസൾട്ട് യുവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സ്റ്റോക്സൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ റിവ്യൂ പറയുന്നതേ ഉള്ളൂ ഇതിനകത്ത്. സോ ഇത് നല്ലൊരു സെയിൽസ് ഗ്രോത്ത് 26% സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ സ്റ്റോക്ക് PE നോക്കും, മാർക്കറ്റ് ക്യാപ് ടു സെയിൽ നോക്കും, എല്ലാം നല്ലൊരു പ്രൈസായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബാങ്ക്. പിന്നൊരു ഞാൻ കമ്പനി കാണുന്ന മോർപ്പൻ ലബോറട്ടറീസ് എന്നൊരു കമ്പനിയാണ്. മോർപ്പൻ ലബോറട്ടറീസ് ഒരു 4390 കോടി മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിയാണ്. ഇപ്പം ചെയ്യുന്നത് 82 രൂപയാണ്. സോ മോർപ്പൻ ലബോറട്ടറീസ് എന്ന് വെച്ചാൽ ഇത് കമ്പനി ഇവർ പറയുന്ന ഒരു വേൾഡ് ലീഡറാണ്. ലോററ്റിഡിൻ എന്നൊരു ആൻറ്റി ആസ്മാറ്റിക് ആണ്, ആൻറ്റി ഹിസ്റ്റമിൻ ആണ് ലോററ്റിഡിൻ. അത് ഉണ്ടാക്കുന്നതിൽ ഇവർ വേൾഡ് ലീഡറാന്ന് പറയുന്നത്. പിന്നെ ഒരു മോണ്ടിലൂക്കാ സോഡിയം, ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ആസ്മക്കെല്ലാം. സോ ഇതൊരു പ്രൈസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ 2 ഡിജിറ്റ് സ്റ്റോക്കാണ്. സോ മേ ബി 2 രൂപേൻ്റെ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്കാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ കുറച്ച് 4.83 ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. അത് ഡിവിഡൻഡ് കൊടുക്കുന്ന വെച്ചാൽ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വേറൊരു ബാങ്ക്. പിന്നെ ഒരു കമ്പനി ഞാൻ കണ്ടത് IRB ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ഇത് നമ്മൾ ഹൈവേ ഒക്കെ ഉണ്ടാക്കുന്ന ഇത് സ്പോൺസർ ചെയ്യുന്ന പ്രൊജക്റ്റ് ഉണ്ടാകുന്ന റോഡ് ദാറ്റ് ടോൾ കളക്ട് ചെയ്യുന്നൊരു കമ്പനിയാണ് ഇത്. ഇവർക്ക് ഗുജറാത്തിൽ, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട്, പഞ്ചാബ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടോൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ ഞാൻ കാണുന്നത് ഇതിപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഇസ് ലെസ് ദാൻ ദ ബുക്ക് വാല്യൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വാല്യൂ ഉണ്ട് ഈ കമ്പനി. പക്ഷേ എനിക്കൊരു റിസ്കി ഫ്രീ ക്യാഷ് ഫ്ലോ കമ്പനിയിൽ കാണുന്നുണ്ട്. PE ഓൾസോ വെരി റീസണബിൾ PE ആണ്. ഇതൊക്കെ 63 രൂപയുള്ള സ്റ്റോക്കൊക്കെ ലോങ് ടേം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ് IRB ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടൊക്കെ. സോ അതൊരു കമ്പനിയാണ്. പിന്നെ ആർക്കിയാൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്നൊരു കമ്പനി, പ്രൈസിങ് അറൗണ്ട് 801 rupees. ആർക്കിയാൻ കെമിക്കൽസ് ഇന്ത്യയിലെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ബ്രോമൈഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ സോൾട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് ഷോയിങ് ഗുഡ് പ്രോഫിറ്റബിലിറ്റി. കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയെന്ന് വെച്ചാൽ തന്നെ. ആൻഡ് ഈസ് ഓൾസോ പേയിങ് ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണിത്. സോ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഞാൻ കണ്ടൊരു കമ്പനിയാണ് ഈ പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്നൊരു കമ്പനി. സോ ഇറ്റ് ഇസ് ട്രേഡിംഗ് അറൗണ്ട് 582 rupees. പ്രിൻസ് പൈപ്സ് ഇത് ഇൻ്റഗ്രേറ്റഡ് പൈപ്പിംഗ് സൊല്യൂഷൻസ് ഫോർ ദി പോളിമർ മാനുഫാക്ചർ ആണ് പ്രിൻസ് പൈപ്പ്. ഇത് കുറച്ച് മുമ്പ് ലിസ്റ്റിംഗ് ചെയ്തൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യാം. പ്രിൻസ് പൈപ്സ് ഇപ്പോൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 200 DMA ലോയിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. പക്ഷേ ഫോർ എ ലോങ് ടേം ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനികളാണ്. ദാറ്റ് ഈസ് ദ വൺ തിങ് ഐ വാണ്ട് ടു ടെൽ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഉള്ള കുറേ ആൾക്കാർ ഈ ഇൻ്റർനെറ്റ് സാവിയായിട്ടുള്ള ആൾക്കാരും ഓൾമോസ്റ്റ് ഈ കുട്ടികളിപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സൊക്കെ ആണ്. ഈ അമേരിക്കയിൽ പണ്ടൊരു ജംഗ്ലി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. ജംഗ്ലീസ് ഫൗണ്ടർ
ഇതൊരു ഈ ജംഗ്ലി എന്ന് പറഞ്ഞ കമ്പനി പിന്നെ അത് ആമസോൺ വാങ്ങിക്കുകയോ ചെയ്ത്. ജംഗ്ലി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോ ഇങ്ങനെയുള്ള കുറേ ഓൺലൈൻ റീറ്റെയിലേഴ്സ് നമ്മളെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റിൻ്റെ സെർച്ച് ചെയ്തു, പ്രോഡക്റ്റ് സെർച്ച് ചെയ്തു, അതിൻ്റെ പ്രൈസ് കണ്ടു. പക്ഷേ ഈ പ്രൈസ് നിങ്ങൾക്ക് വേറൊരു സൈറ്റിൽ പോയി കമ്പയർ ചെയ്തിട്ട് നോക്കണമെങ്കിൽ ഇതേ മൊബൈൽ ഫോണ് മറ്റുള്ള ഒരു സൈറ്റിൽ ഇത് കുറഞ്ഞ് വിൽക്കുന്നുണ്ടോ ആ മോഡൽ, അല്ലെങ്കിൽ ഇതിൽ പ്രൈസ് കൂടുതലാണെന്നും. അങ്ങനെ അമേരിക്കയിൽ ആദ്യം ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, ജംഗ്ലി എന്നുണ്ട്. അത് ജംഗ്ലി എന്ന് വെച്ചാൽ ഫസ്റ്റ് കമ്പാരിസൺ ഷോപ്പിംഗ് സൈറ്റ് ഓൺ ദ വെബ് എന്നാണ് പറഞ്ഞത്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് കളക്ട് ദ ഡാറ്റ ഫ്രം എ വെറൈറ്റി ഓഫ് ഓൺലൈൻ റീറ്റെയിലേഴ്സ് ആൻഡ് അലൗഡ് ദ കസ്റ്റമേഴ്സ് ടു ഈസിലി കമ്പയർ ദ പ്രൈസസ് ഓൺ സ്പെസിഫിക് പ്രോഡക്ട്സ് എന്നാണ്. So, Jungli ആരാ ഫൗണ്ട് ചെയ്തത്? Jungli was founded by 3 graduates from the Stanford Computer Science PhD program ചെയ്യുന്ന 3 ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ ജംഗ്ലി ഫൗണ്ടേഴ്സ് എന്താ വെച്ചാൽ ഈ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇവർ ഈ കമ്പനി ആമസോണിൽ വിൽക്കുകയാണ് ചെയ്തത്. സോ ആമസോൺ ഈ കമ്പനി വാങ്ങിക്കുകയും ചെയ്തത്. ആമസോൺ കമ്പനി വാങ്ങിക്കുക മാത്രമല്ല, ആമസോൺ ഈ കമ്പനീൻ്റെ എംപ്ലോയീസിനെ മുഴുവൻ അബ്സോർവ് ചെയ്തു ആ കമ്പനിയിൽ. കാരണം ആമസോണിന് വിചാരിച്ചിട്ടുണ്ടോ ഇവരൊരു വലിയൊരു ത്രെട്ടാണ്, കാരണം വെച്ചാൽ ഇവരൊരു കമ്പാരിറ്റീവ് സൈറ്റാണ്. പക്ഷേ അവർ വിചാരിച്ച് അവരെ ബിസിനസ് കൂടുന്നു എന്തോന്ന് വിചാരിച്ച് ആമസോൺ വാങ്ങിച്ചു. പക്ഷേ എന്ന് വെച്ചാൽ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ജംഗ്ലി സൈറ്റ് വാങ്ങിച്ച സമയത്ത് ഈ കമ്പാരിറ്റീവ്സിൻ്റെ ആമസോണിൽ തന്നെ വരുന്ന സമയത്ത് നിങ്ങളിപ്പം ആമസോണിൽ പോയി കഴിഞ്ഞാൽ വേറൊരു സൈറ്റിൻ്റെ പ്രോഡക്ട്സ് അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ ഈ ആമസോൺ എഞ്ചിനീയേഴ്സ് ജെഫ് ബെസോസിനോട് പറഞ്ഞു ഇതെന്താ പ്രശ്നം വെച്ചാൽ പീപ്പിൾ ആർ ലീവിങ് ആമസോൺ സൈറ്റ് ടു അതർ സൈറ്റ്സ്. സോ അതുകൊണ്ട് നമ്മൾക്കിതിൽ വലിയ അഡ്വാൻറ്റേജ് ഇല്ലാതെ അവസാനം ഇയാൾ ഈ കമ്പനി ക്ലോസ് ചെയ്ത് അവർ സ്റ്റാഫിനൊക്കെ ടെർമിനേറ്റ് ചെയ്ത്. പക്ഷേ ഇതിലെന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ഇന്ത്യക്കാരനുണ്ട്. അയാൾ പേര് രാം ശ്രീറാം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഈ രാം ശ്രീറാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അയാളൊരു വളരെ ഫേമസ് ആയ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കീ പേഴ്സൺ ആയിരുന്നു ഈ ആമസോണിലായാലും ഗൂഗിളിലായാലും. ഈ രാം ശ്രീറാമും ആയിരുന്നു ഗൂഗിളിൽ ലാരി പേജും സെർജി ബ്രിനും ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ഉണ്ടായ സമയത്ത് ഏകദേശം $25,000 ഇയാളാണ് ആ കമ്പനിയിൽ ആദ്യം ഒരു സീഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾ രാം ശ്രീറാം. ഈ മെയ്ഡ് ലോട്ട് ഓഫ് മണി. പക്ഷേ രാം ശ്രീറാമിന് ഈ സെർജി ബ്രിനും ലാരി പേജായിട്ട് അത്രയും ഭയങ്കര ഒരു ക്ലോസ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ലാരി പേജ് ഈ ശ്രീറാം ആയിരുന്നു ഈ ആമസോണിലെ ജെഫ് ബെസോസിനെയും ഈ ലാരി പേജിനെയും കണക്ട് ചെയ്തത്. ഈ സൈറ്റ് ജംഗ്ലി എന്നുള്ള സൈറ്റ് വാങ്ങിക്കാനും ജംഗ്ലിയുടെ പിന്നെ സൈറ്റിൻ്റെ കുറിച്ചുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും രാം ശ്രീനിവാസനായിരുന്നു ഒരു മിഡിൽ മാനെ വർക്ക് ചെയ്തത്. സോ ഇറ്റ്സ് എ വെരി ഫേമസ് പേഴ്സൺ. മദ്രാസിലെ ലയോള കോളേജിൽ പഠിച്ച ഒരു ആളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അമേരിക്കയിലെ വലിയൊരു എൻ്റർപ്രൈനർ ആളാണ്. ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എന്തെല്ലോ ചെയ്യുന്ന ആൾ. So he was such a important person in Google. കാരണം ഗൂഗിൾ തുടങ്ങിയ സമയത്ത് അന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ജെഫ് ബെസോസിന് ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ ലാരി പേജ് പറഞ്ഞു അവർ ഫണ്ട് റേസിങ് ടൈം ഈസ് ഓവർ, നോ വി ഡോണ്ട് വാണ്ട് ടേക്ക് മണി. പക്ഷേ ഈ രാം ശ്രീനിവാസൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പിന്നെ ആമസോണിൽ ജെഫ് ബെസോസ് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഈ വിഡ്രോ ഈ സോൾഡ് ദ സ്റ്റോക്സ്. ബട്ട് നൗ യു ജസ്റ്റ് ഇമാജിൻ ഇഫ് യു കെപ്റ്റ് ദാറ്റ് ഗൂഗിൾ ഹോൾഡിംഗ് എത്ര വലിയ ആളായിട്ടിരിക്കുന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ബെസോസ് ജംഗ്ലി വാങ്ങിച്ചിട്ട് അത് ഫൈനലി അത് സ്റ്റോപ്പ് ചെയ്യും. എന്താ ഈ ജംഗ്ലി എന്ന് പേര് വന്ന് എനിക്കറിയില്ല. യാഹു, ജംഗ്ലി ഇതൊക്കെ ഇന്ത്യൻ നെയിംസ് ഒന്നും ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. നമ്മളെ ഷമി കപൂറിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജെഫ് ബെസോസിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജെഫ് ബെസോസ് എന്ന് വെച്ചാൽ ഇസ് നോട്ട് എ ഫ്രണ്ട്ലി കമ്പനി ടുവേർഡ്സ് ഫാമിലീസ്. കാരണം വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അയാൾ കമ്പനിയിൽ സൺഡേ വർക്ക് ചെയ്യേണ്ടി വരും, സാറ്റർഡേ വർക്ക് ചെയ്യേണ്ടി വരും, സൺഡേ മോർണിംഗിൽ മീറ്റിംഗ് വിളിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഈ ആമസോണിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ ആൾക്കാർ ആമസോൺ വിട്ടുപോയി. കാരണം വെച്ചാൽ അവർക്ക് ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് കമ്പനി. പക്ഷേ അയാൾ പറയുന്നത് വെച്ചാൽ ജെഫ് he didn't believe in work life balance അല്ല വേണ്ടതെന്ന് അയാൾ പറയുന്നത് വർക്ക് ലൈഫ് ഹാർമോണിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അയാളൊരു പോളിസി. സോ ദാറ്റ് ഈസ് വൺ തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പം കുറേ പിന്നെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സൊക്കെ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇതുപോലൊരു കമ്പാരിറ്റീവ് സൈറ്റ് എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എനിക്കറിയില്ല, ഐ ആം നോട്ട് അവെയർ ഓഫ് ദാറ്റ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സൈറ്റ് നമ്മുടെ നാട്ടിലും
ഉണ്ടാവാനുള്ള ഒരു സാധ്യത എനിക്ക് കൂടുതലാണ്. കാരണം അത് ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു മൊബൈൽ ആമസോണിൽ നോക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൊബൈലോ ഒരു ടെലിവിഷനോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എനി പ്രോഡക്ട്സ് അതൊരു കമ്പയർ ചെയ്യേണ്ട പ്രൈസ് നിങ്ങൾക്ക്. അപ്പോൾ ഒരു 3-4 സൈറ്റിൽ പോയി നോക്കണം നിങ്ങൾ. അപ്പോൾ ഇതൊരു ജംഗ്ലി എന്നുള്ള സൈറ്റ് യു ക്യാൻ ഡയറക്ട്ലി കമ്പയർ ഓൾ ദ പ്രൈസസ്, പ്രോഡക്ട്സിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അത് വലിയൊരു ഒരു ബയർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ എന്താ പറയുക, ഈ ജോൺ സ്കള്ളി എന്ന് പറഞ്ഞ ഒരാളെ അറിയാം. ഈ ജോൺ സ്കള്ളി എന്ന് പറഞ്ഞിട്ട്, ഈ സ്കള്ളി എന്ന് വെച്ചാൽ ഈ വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. ഈ ജോൺ സ്കള്ളി ആണ് ഈ പെപ്സി എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഈ ഒരു ന്യൂ ജനറേഷൻ, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, നമ്മൾക്ക് കോളേജ് പഠിക്കുന്നത് ചോയ്സ് ഓഫ് ദ ന്യൂ ജനറേഷൻ അങ്ങനെയായിട്ടായിരുന്നു ഇതിൻ്റെ പെപ്സിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നത്. അങ്ങനെ പെപ്സിയിലെ ഈ ജോൺ സ്കള്ളിയാണ് പിന്നെ ഈ പെപ്സീനെ ഇത്ര വലിയൊരു കമ്പനിയാക്കി മാറ്റിയാണ്. പക്ഷേ ഈ ജോൺ സ്കള്ളിക്ക് എന്താ സംഭവിച്ചാൽ ഈ ഒരിക്കൽ പിന്നെ ഈ വാസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് സ്റ്റീവ് ജോബ്. അപ്പോൾ സ്റ്റീവ് ജോബ് സ്കള്ളിയോട് ചോദിച്ചു, നിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഷുഗർ വാട്ടർ വിറ്റിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യണോ, ഓർ യു വാണ്ട് ടു ടേക്ക് എ ചാൻസ് ടു ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ ഇത് അയാൾ മനസ്സിലാക്കി. അന്നേരത്ത് ഇയാൾ സ്റ്റീവ് ജോബിൻ്റെ കൂടെ വന്ന്, സ്റ്റീവ് ജോബ് ഇയാൾ വലിയ ഫ്രണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇവർ തമ്മിൽ വലിയൊരു സ്റ്റീവ് ജോബിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ സ്കള്ളിയായിരുന്നു ഈ ആപ്പിൾ. അതൊരു വലിയൊരു കഥയാണ്. ഐ വിൽ ടോക്ക് ലേറ്റർ. ഈ എന്തുകൊണ്ട് ജോൺ സ്കള്ളി സ്റ്റീവ് ജോബിനെ കമ്പനി, സ്റ്റീവ് ജോബ് വാസ് കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ്, ഡെസ്പറേറ്റ്. സ്റ്റീവ് ജോബ് ഫൗണ്ട് ചെയ്തൊരു കമ്പനി, സ്റ്റീവ് ജോബിനെ ടെർമിനേറ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ജോൺ സ്കള്ളി. എനിവേ ഇന്ന് ഇവിടെ നിർത്തി നമുക്ക്. താങ്ക് യു വെരി മച്ച്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നാളെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എല്ലാ ഗ്രീനിൽ തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഐ എം വെരി മച്ച് കോൺഫിഡൻറ്റ് നാളെ മാർക്കറ്റ് ഹൈയിൽ തന്നെ ഓപ്പൺ ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.